ഞാൻ ശുഭപ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷയില്ലാതെ മത്സരത്തിന് ഇറങ്ങാൻ പാടില്ല. പിന്നെ തിരിച്ചടി വന്നാലും വിരോധമില്ല. പക്ഷേ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ പരിപൂർണ്ണ പ്രതീക്ഷയാണ്. വിശേഷിച്ചും തൃശ്ശൂരിനൊരു ചരിത്രമുണ്ട്. തൃശ്ശൂരിലെ CPI സ്ഥാനാർത്ഥി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. എല്ലാവിധ ആശംസകളും താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിന്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇത്തവണ മണ്ഡലത്തെക്കുറിച്ച്? ഞാൻ ശുഭപ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷയില്ലാതെ മത്സരത്തിന് ഇറങ്ങാൻ പാടില്ല. പിന്നെ തിരിച്ചടി വന്നാലും വിരോധമില്ല. പക്ഷേ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ പരിപൂർണ്ണ പ്രതീക്ഷയാണ്. വിശേഷിച്ചും തൃശ്ശൂരിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇടതുപക്ഷത്തെ പിന്തുണച്ച ചരിത്രമാണ്. ഇത് പറയുമ്പോൾ അച്യുതമേനോൻ്റെ സ്ഥലമാണ്, EMS പഠിച്ച സ്ഥലമാണ്. CPM-നും CPI-ക്കും നല്ല പേരോട്ടുള്ള ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. ആ നിലയ്ക്ക് വിജയിക്കും തന്നെയാണ് പ്രതീക്ഷ. മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ മത്സരിക്കുന്നു. പക്ഷേ താങ്കൾ പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രശസ്തനുമാണ്. ഒരു സാഹിത്യ നഗരം കൂടിയാണ് തൃശ്ശൂർ, സാംസ്കാരിക നഗരം കൂടിയാണ്. ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ കഴിയും സ്ഥാനാർത്ഥിക്കുന്നതാണ്? ഞാൻ മറ്റൊരു സ്ഥലത്തുകാരനായിട്ടല്ല, 4.5 പതിറ്റാണ്ടായി തൃശ്ശൂരിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും പ്രസംഗിക്കാൻ വരുന്ന ഒരാളാണ്. ഇവിടുത്തെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട്. 11 കൊല്ലമായിട്ട് കേരള സാഹിത്യ അക്കാദമിയിലുണ്ട്. യുവകലാ സാഹിത്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തൃശ്ശൂരിൻ്റെ ഒരു മുക്കിലും മൂലയിലും ഞാൻ പോകാത്ത സ്ഥലമില്ല. മലപ്പുറത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം ഞാൻ തൃശ്ശൂരിൻ്റെ ബോർഡറാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കൂക്കിയാൽ തൃശ്ശൂർ കേൾക്കാം. അത്ര തൃശ്ശൂരിൻ്റെ അടുത്താണ്. ഇപ്പോൾ തൃശ്ശൂർ നഗരം എനിക്ക് അപരിചിതമല്ല, തൃശ്ശൂർക്കാർക്ക് ഞാനും അപരിചിതനല്ല. BJPക്ക് അത്യാവശ്യം വളക്കുറുള്ള മണ്ണാണ്. പൂരം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ചർച്ചയാവുന്ന മണ്ണാണ്. എന്തൊക്കെയായിരിക്കും താങ്കളുടെ ഒരു പ്രചാരണ സ്ട്രാറ്റജി? ഇതിനൊക്കെ എന്ത് മറുപടികൾ താങ്കൾ പറയും? ഞാനിപ്പോൾ നേരിട്ട് വിവാദങ്ങൾക്കൊന്നും പുറപ്പെടുന്നില്ല. പൂരം ജനങ്ങളുടേതാണ്. തൃശ്ശൂരിലെ പൂരം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ പൂരമല്ല, അത് ക്രിസ്ത്യാനികളുടെ പൂരമാണ്, മുസ്ലിങ്ങളുടെ പൂരമാണ്. ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെ വരെ പൂരമാണ്. അതൊരു വിഭാഗത്തിൻ്റെതാക്കി മാറ്റാനൊന്നും ആര് വിചാരിച്ചാലും സാധിക്കില്ല. വടക്കുന്നാഥൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഹിന്ദു ദൈവം മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ വിഭാഗക്കാരും ആരാധിക്കുന്ന ഒരു ദൈവമാണ്. ഇപ്പോൾ വടക്കുന്നാഥൻ്റെ മണ്ഡലമാണ്. വടക്കുന്നാഥൻ്റെ മണ്ഡലം മതാതീതമായ ഒരു മതബോധം നിലനിർത്തുന്ന സ്ഥലം. അതിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയമാണ് എന്നെപ്പോൾ ആളുകൾ ഉൾക്കൊള്ളുന്നത്. സച്ചിദാനന്ദ മാഷ് തുറഭരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ അത് പറഞ്ഞല്ലോ, മാഷയുടെ വിമർശനം നമ്മൾ സ്വീകരിക്കണം. കാരണം മാഷ ഒരു മുതിർന്ന ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം അറിയുന്ന ഒരാളാണ്. പോസ്റ്റ് മാർക്സിൻ ചിന്തകളൊക്കെ പഠിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, അത് തീർച്ചയായിട്ടും ഇടതുപക്ഷം സ്വീകരിക്കും. പക്ഷേ തുടർഭരണം വേണമെന്നുള്ളത് ഒരു എഴുത്തുകാരൻ പറഞ്ഞാൽ ഇല്ലാതാവുന്നതല്ല, ജനങ്ങളുടെ അഭിലാഷം. യോജിപ്പില്ല, പക്ഷേ വിമർശനം സ്വീകരിക്കുന്നു. വിമർശനങ്ങൾ സ്വീകരിക്കുന്നു. തുടർഭരണം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മാഷോടും പറഞ്ഞിരുന്നു, അതിൽ തുടർഭരണം വേണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൽ യോജിപ്പൊന്നുമില്ല. എല്ലാ പിന്തുണയോടും കൂടി ഉണ്ടാവും. പിന്നെ ഉണ്ടാവും. പ്രചാരണത്തിലൊക്കെ ബാലേട്ടനും സുനിൽകുമാറും ഉൾപ്പെടെയുള്ളവരല്ലേ? 100% ജയിക്കും. ബാലേന്ദ്രന്റെ സഖാവല്ലേ, സ്വന്തം സഖാവല്ലേ. അതാണ് വലിയ പോസിറ്റീവ് നോട്ടിലാണ് അദ്ദേഹം തന്റെ ക്യാമ്പയിൻ തുടങ്ങുന്നത്. വിജയത്തോടുകൂടി തിരിച്ചു വരുമെന്നാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ.